ഞാൻ രശ്മി. ഇന്ന് ഞാൻ കുറച്ച് ഡീപ്പർ സ്കിൻ ടോണിലേക്ക് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്കർ ലിപ് ഷെയ്ഡ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മുടെ കളക്ഷൻസിൽ ഫസ്റ്റ് വരുന്നത് പ്ലമ്മിൻ്റെ വാട്ടർമെലൺ ഷുഗർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതിനൊരു പിങ്ക് അണ്ടർടോണാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫിനിഷ് എന്ന് പറയുന്നത് മാറ്റാണ്. ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. നമ്മുടെ ലിപ്സിലെ ഒരുവിധം പിഗ്മെൻറ്റേഷൻ എല്ലാം ഇത് കവർ ചെയ്യും. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. ഒരു 6 hours 7 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ച് ഡ്രൈയിങ് ആയിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് വരുന്നത് സെയിം ലിപ്സ്റ്റിക്കിൽ തന്നെ കൊക്ക മോക്ക എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. ഒരു ലൈറ്റ് പീച്ച് അണ്ടർടോണൊക്കെയാണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് എല്ലാ സ്കിൻ ടോൺകാർക്കും യൂസ് ചെയ്യാം. പിന്നെ ഡീപ്പറിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്യുന്നതെന്ന് തോന്നിയാൽ നിങ്ങൾക്കൊരു ബ്രൗൺ ലിപ് ലൈനർ യൂസ് ചെയ്ത് അത് മാച്ച് ചെയ്യിക്കാവുന്നതാണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഈ ഒരു ലോഞ്ചിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിൽ എനിക്ക് ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് ഇത് കുറച്ച് ഡ്രൈയിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസ് സെയിം തന്നെ 474 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഡീപ്പർ സ്കിൻ ടോൺകാർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ പ്ലമ്മിൻ്റെ ഈ 2 ലിപ്സ്റ്റിക്സ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇൻസൈറ്റിൻ്റെ 2 ലിപ്സ്റ്റിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ സാസിബർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതൊരു ഇച്ചിരി ഡാർക്കായിട്ടുള്ളൊരു പിങ്ക് ലിപ്സ്റ്റിക്കാണ്. വളരെ നമ്മുടെ ഫേസിൽ പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഷെയ്ഡാണ്. നമുക്കൊരു ട്രഡീഷണൽ ലുക്കിൻ്റെ കൂട്ടത്തിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു മൂസ് ടൈപ്പ് ഓഫ് ടെക്സ്ചറാണ്. നമുക്കത് കാരണം തന്നെ ഇടാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഇത് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ ഇത് കവർ ചെയ്യും. ഇതിൻ്റെ ഒരു ലോങ് ലാസ്റ്റിവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6 to 7 hours ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഇൻസൈറ്റിൻ്റെ തന്നെ ബെലീസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഷെയ്ഡിനേക്കാൾ കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഡീപ്പർ സ്കിൻ ടോൺകാർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ഡാണിത്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് 257 ആണ്. നല്ലൊരു ഡീപ്പർ കളറാണിത്. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. നമ്മുടെ ഫേസ് പെട്ടെന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നി. ഇത് നമ്മുടെ നൈക്കയിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പം താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു കളറാണ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇബ കോസ്മെറ്റിക്സിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു ബ്രൈറ്റ് റെഡ് കളറാണിത്. അപ്പം റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ്. അപ്പം ഇത് ഒരു ഫേസിലിട്ട് കഴിയുമ്പോൾ നല്ലൊരു ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യും. അൾട്രാ മാറ്റ് ഫിനിഷാണ് ഇതിന് വരുന്നത്. വൺസ് ഇതൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ്. നോർമൽ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന് ലോങ് ലാസ്റ്റിംഗ് എത്ര ആണെന്ന് നമുക്ക് അറിയാം. അപ്പം ഇത് അത് കണക്കല്ല, നല്ല ഒരു 6 to 7 hours എന്തായാലും ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിന് ക്രീമി ടെക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷെയ്ഡ് തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 354 ആണ്. ഫ്ലിപ്കാർട്ടിലെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റെഡ് ലിപ്സ്റ്റിക്ക് വേണ്ടവർ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നെക്സ്റ്റ് വരുന്നത് മാർസിൻ്റെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണിത്. ഇതൊരു ബ്രിക്ക് കളർ അല്ലെങ്കിൽ ഒരു മുറുക്കി ചുവന്നൊരു കളർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു 2-3 hours ലാസ്റ്റിംഗ് ഒക്കെ ഉള്ളൂ. പക്ഷെ വളരെ കംഫർട്ടബിൾ ആണ്. നമുക്കൊരു റീഅപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷെയ്ഡാണ്. ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോൺകാർക്ക് ഇത് മാച്ച് ആയിരിക്കും. ഡീപ്പറിലേക്ക് പോകുമ്പോൾ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ മേർഫി വൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതൊരു മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഒരു റെഡ് പ്ലസ് ഒരു മെറൂൺ അങ്ങനെ നമുക്ക് പറയാം. നല്ലൊരു ഡീപ്പ് കളറാണ്. ഇത് എല്ലാ സ്കിൻ ടോൺകാർക്കും അടിപൊളിയായിട്ട് മാച്ചായി പോകുന്നൊരു കളറാണ്. അപ്പം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരുപാട് ടൈം ഇത് ലാസ്റ്റ് ചെയ്യും. വൺസ് ഇത് സെറ്റായി കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്.
പിന്നെ ഇത് ഡ്രൈയിങ് അല്ല, നമുക്ക് നല്ലൊരു കംഫർട്ടബിളും ആണ്. ഇത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 250, അറൗണ്ട് 250 ആണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്സൊക്കെയാണ് നമ്മുടെ കളക്ഷൻസിൽ വരുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.